ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് IT ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുക. ടെക്നോളജി എന്ന് പറയുന്നത് അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനെ ഓവർ റൈറ്റ് ചെയ്ത് വേറൊരു സിസ്റ്റം അല്ലെങ്കിൽ ടെക്നോളജി എന്ത് ചെയ്യുക, വന്നുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ പുതിയ ടെക്നോളജിയുടെ ബ്രാഞ്ചസ് ടെക് ബ്രാഞ്ചസ് ഓഫ് ടെക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ അതായത് നമുക്ക് നേരത്തെ ഓൾഡ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റാത്തിരുന്ന സിസ്റ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോഴത്തെ സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള രീതിയിലുള്ള സിസ്റ്റംസ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ടെക്നോളജിയിൽ ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ ഇങ്ങനെ IT ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ ടെക്നോളജിയിൽ തന്നെ അത് ടെക്നോളജിയുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു ഫേസ് തന്നെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ കുറേ ടെക്നോളജി നമ്മുടെ സൊസൈറ്റീനെ തന്നെ മാറ്റിമറിച്ച ഒരു 7 ടെക്നോളജീസിനെ കുറിച്ചാണ്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് 7 ഫസ്റ്റ് വൺ ബ്ലോക്ക് ചെയിൻ, IoT Internet of Things, Healthcare, Generative Adversarial Networks, then Human Artificial Neural Networks, Incremental Improvements, ക്വാണ്ടം ബാറ്ററീസ്. ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രോയിങ് ലിസ്റ്റ് ഓഫ് റെക്കോർഡ്സിനെയാണ് ബ്ലോക്ക് ചെയിൻസ് എന്ന് പറയുന്നത്. ഈ ഗ്രോയിങ് ലിസ്റ്റ് ഓഫ് റെക്കോർഡ്സിനെ നമ്മൾ ബ്ലോക്സ് എന്ന് പറയും. ഓരോ ബ്ലോക്കും നമ്മൾ ക്രിപ്റ്റോഗ്രാഫി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്രിപ്റ്റോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റിനെയോ ഇമേജസിനെയോ ഒക്കെ ഹൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, ക്രിപ്റ്റോഗ്രാഫി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിൽ പറയുന്നത് നമുക്ക് ഒരു ഗ്രോയിങ് ലിസ്റ്റ് ഓഫ് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. ആ ലിസ്റ്റ് ഓഫ് റെക്കോർഡ്സിനെയാണ് നമ്മൾ ബ്ലോക്സ് എന്ന് പറയുന്നത്. ഈ ഓരോ ബ്ലോക്സും നമ്മൾ ക്രിപ്റ്റോഗ്രാഫി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഓരോ ബ്ലോക്കിനും ക്രിപ്റ്റോഗ്രാഫിക് ഹാഷും അതുപോലെ തന്നെ പ്രീവിയസ് ബ്ലോക്കിൻ്റെ ടൈം സ്റ്റാമ്പും അതിൻ്റെ പ്രീവിയസ് ബ്ലോക്കിൻ്റെ ടൈം സ്റ്റാമ്പും പിന്നെ ട്രാൻസാക്ഷൻ ഡേറ്റയും ആയിരിക്കും ഓരോ ബ്ലോക്കും ഹോൾഡ് ചെയ്യുന്നത്. ഓരോ ബ്ലോക്കിലും എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഉണ്ടായിരിക്കും, തൊട്ട് മുമ്പത്തെ ബ്ലോക്കിൻ്റെ ടൈം സ്റ്റാമ്പാണുള്ളത്, ട്രാൻസാക്ഷൻ ഡേറ്റയും ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ബ്ലോക്ക് ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡേറ്റയുടെ മോഡിഫിക്കേഷന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് റെസിസ്റ്റൻസ് ടു മോഡിഫിക്കേഷൻ ഓഫ് ഡേറ്റേനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യുന്നില്ലേ, വാട്സപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്ത് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അയക്കുന്ന മെസ്സേജ് അത് നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് വെച്ച് ഒരാൾ അതിനെ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ അയാൾക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് വേറെ എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻസ് ചേർത്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. സോ സെക്യൂരിറ്റി ഉണ്ട് അവിടെ. ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്യുന്നത് ക്രിപ്റ്റോഗ്രാഫിയാണ്. ഒരു അൺഓതറൈസ്ഡ് ആക്സസ് അവിടെ വരുവാണെങ്കിൽ ഒരു പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് ക്രിപ്റ്റോഗ്രാഫിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റാസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ അങ്ങനെ അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കീ ആരുടെയൊക്കെ ഒരു സെൻഡറിൻ്റെയും ഒരു റിസീവറിൻ്റെ കയ്യിൽ മാത്രമേ ഈ കീ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ കീ ഉപയോഗിച്ചിട്ട് മാത്രമേ ഈ മെസ്സേജസിനെ നമുക്ക് അതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റയുടെ മോഡിഫിക്കേഷൻ ക്രിപ്റ്റോഗ്രാഫി യൂസ് ചെയ്യുന്നത് കൊണ്ട് ബ്ലോക്ക് ചെയിൻ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ബ്ലോക്ക് ചെയിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ദാറ്റ് ക്യാൻ റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ 2 parties എഫിഷ്യൻ്റ്ലി ആൻഡ് ഇൻ എ വെരിഫയബിൾ ആൻഡ് പെർമനൻറ്റ് വേ. അതായത് ഒരു ലെഡ്ജർ പോലെ ആക്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. 2 പാർട്ടീസ് തമ്മിലുള്ള ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ട്രാൻസാക്ഷനെ വെരിഫൈ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അതൊരു പെർമനൻറ്റ് വേയിലാണ്. ആ ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. പെർമനൻറ്റ് മീൻസ് വേറെ ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി IoTനെ കുറിച്ചാണ് പറയുന്നത്. IoT മീൻസ് ദ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്.
ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്താണ് ഒരു കോമ്പിനേഷനാണ് വരുന്നത് എയുടെയും ബ്ലോക്ക് ചെയിനും. എ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ബ്ലോക്ക് ചെയിൻസിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ടാണ് IoT വരുന്നത്. ദെൻ ഈ ടെക്നോളജീസ് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ട്രാൻസ്ഫോർമേഷണൽ വാല്യൂ നമുക്ക് ഒരു ബെറ്റർ ട്രാൻസ്ഫോർമേഷണൽ വാല്യൂ നമുക്ക് കിട്ടും. അതായത് ഫസ്റ്റ്ലി ഇത് ഇൻഡസ്ട്രിയൽ സെക്ടറിലും ദെൻ പിന്നെ അത് കൺസ്യൂമർ മാർക്കറ്റിലും ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ IoTയുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കൊരു ഇംപ്രൂവ്ഡ് ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ തന്നെ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മുടെ വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ വർക്ക് പ്ലേസിലാണെങ്കിലും നമുക്കൊരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടും. അതാണ് IoTയിൽ നമ്മൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ് ഹെൽത്ത് കെയർ ആണ് പറയുന്നത്. ഹെൽത്ത് കെയറിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹെൽത്ത് കെയറിൽ ഇപ്പം ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് അഡ്വാൻസസ് ഉണ്ട്. അതായത് പ്രെഡിക്റ്റീവ് അനാലിസിസ്, ജീനോമിക് ഡേറ്റാസിനെയൊക്കെ നമുക്ക് പ്രെഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ജീനോമിക് ഡേറ്റാനെ. അങ്ങനെ നമുക്ക് ഡിസീസും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമൈൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതായത് RNA ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നോവൽ ഡ്രഗ് തെറാപ്പിസ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. RNA ടാർഗറ്റിംഗ് അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്നത് ടെക് ജിയാൻസിൻ്റെയും അതുപോലെ തന്നെ വേറെ കമ്പനീസും ഒക്കെ എന്താണ് ഈ പ്രോബ്ലംസ് ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കമ്പനീസും എല്ലാം ഈ ഹെൽത്ത് കെയർ ഫീൽഡിൽ ടെക്നോളജീസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ജീൻ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. അതായത് പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ഷനിലും ജീൻ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, ഒരു ബിഗിനിങ് മാത്രമേ ആയിട്ടുള്ളൂ. അത് നെക്സ്റ്റ് ജനറേഷൻസ് അല്ലെങ്കിൽ അടുത്ത ഇത് വരുമ്പോഴത്തേക്കും ഒരു ഹെൽത്ത് പ്രൊട്ടക്ഷൻ്റെ തന്നെ ഒരു മെയിൻ കൺസേൺ ആയിട്ട് നമുക്കതിനെ എടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ജനറേറ്റീവ് അഡ്വസേരിയൽ നെറ്റ്വർക്ക്സ്. ജനറേറ്റീവ് അഡ്വസേരിയൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നതാണ് അടുത്തത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ന്യൂറൽ നെറ്റ്വർക്ക്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യും. ഈ 2 ന്യൂറൽ നെറ്റ്വർക്ക്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു പുതിയ ന്യൂറൽ നെറ്റ്വർക്കിനെ കിട്ടും. 2 എണ്ണത്തിനെ കമ്പൈൻ ചെയ്യും. കമ്പൈനല്ല, 2 എണ്ണത്തിനെ ഒരേ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ചെയ്യിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കെന്താണ് പുതിയൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതായത് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയലിസ്റ്റിക് ലുക്കിംഗ് പിക്ചേഴ്സ്. അതായത് നമുക്ക് കാണുമ്പോഴത്തേക്കും എന്താണ് ഇത് ഇമാജിനേഷൻ ആണെന്ന് നമുക്ക് തോന്നത്തില്ല. അതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസിൻ്റെ ക്രിയേഷൻ. ഇപ്പോൾ എന്താണ് ഈ ടെക്നോളജി ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ല, ബട്ട് ഇറ്റ് വിൽ ബി സൂൺ. ഇപ്പം ഇത് വരുവാണെങ്കിൽ ഇഫ് ഇറ്റ് ഹാപ്പൻസ് നമുക്കെന്താണ് അതിൻ്റെ റിയൽ ഇൻഫർമേഷനും അതുപോലെ തന്നെ ഫോൾസ് ഇൻഫർമേഷനും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ റിയലിസ്റ്റിക് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. ANN ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ ഷോർട്ടാണ് കേട്ടോ. ഒരു ന്യൂ ടെക്നോളജീസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ന്യൂ ടെക്നോളജി ആയിരിക്കും ANN, ഹ്യൂമൻ ആൻഡ് ANN എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ബോഡിക്കുള്ളിൽ ഒരു മെക്കാനിസത്തിനെ നമ്മൾ ഫിറ്റ് ചെയ്യുവാണ്. അതായത് നമ്മുടെ പെറ്റ്സിൽ നമ്മുടെ വളർത്തുമൃഗങ്ങളിൽ നമ്മൾ മൈക്രോ ചിപ്പ് ചെയ്യും ഫോറിൻ കൺട്രീസിലൊക്കെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഈസിലി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോ ചിപ്പ് ഈ മൃഗങ്ങളുടെ മേത്ത് പ്ലേസ് ചെയ്യും. അതുപോലെ എന്താണ് നമ്മുടെ ബോഡിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി ഇവിടെ അപ്പോൾ ബേസിക്കലി ഹ്യൂമൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്മൻസ് പവർ ഒരു ഹ്യൂമനിൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസിക്കലി ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യന്മാരെ എന്താണ്
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്മൻസ് പവറുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻക്രിമെൻ്റൽ ഇംപ്രൂവ്മെൻറ്റ്സ്. ഇൻക്രിമെൻ്റൽ ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ദിവസവും ടെക്നോളജി വേൾഡ്സിൽ ഓരോ ബ്രേക്ക് ത്രൂസ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഓരോ ടെക്നോളജീസ് എന്ത് ചെയ്യുകയാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ പുതുതായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഫാസ്റ്റ് ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേസ് ഇൻ്റൽ പ്രൊസസ്സേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് എക്സ്ട്രീം റിയൽ ടൈം ഐഒനെ ആക്സലറേറ്റ് ചെയ്യാനായിട്ടാണ് ഇവരെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മെഷീൻ ലേണിങ്ങിനെയും ആക്സലറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്, ഫാസ്റ്റ് ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ്വേസ്. അത് ആഡ് ചെയ്തേക്കുന്നത് ഇൻ്റൽ പ്രൊസസ്സേഴ്സിലായിരിക്കും. സോ അത് ആക്സലറേറ്റ് ചെയ്യുന്നത് ആരെയൊക്കെ ആയിരിക്കും, എക്സ്ട്രീം റിയൽ ടൈം IO ആൻഡ് മെഷീൻ ലേണിങ്ങിനെ ആയിരിക്കും ആക്സലറേറ്റ് ചെയ്യുന്നത്. അതൊരു മാസീവ് ബ്രേക്ക് ത്രൂ അല്ല, പക്ഷേങ്കിൽ ഈ ഇമ്പ്രൂവ്മെൻറ്റ് കാരണം ലോവർ കോസ്റ്റിലും ഇമ്പ്രൂവ്ഡ് എഫിഷ്യൻസിയിലും അതുപോലെ തന്നെ ബെറ്റർ കൺസ്യൂമർ ഔട്ട്കംസും ഒരു ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്പനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ക്വാണ്ടം ബാറ്ററീസ് എന്ന് പറയുന്നത്. ക്വാണ്ടം ബാറ്ററീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എനർജീനെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പോർട്ടബിൾ ആയിട്ടുള്ള എനർജീനെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതെന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഒരു മാറ്റമാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ടെക്നോളജീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ടെക്നോളജീസിനെ ഓവർ റേറ്റ് ചെയ്ത് അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നതെന്ന് ഈ പുതിയ ടെക്നോളജി ഒത്തിരി അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇപ്പോഴത്തെ ടെക്നോളജിനെ പുറന്തള്ളിക്കളയാൻ പറ്റുന്നത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കും ഈ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെൻസ് ബാറ്ററി ടെക്നോളജി ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാണ്ടം ഫിസിക്സും അതുപോലെ തന്നെ കെമിക്കൽ ബേസ്ഡ് ക്വാണ്ടം ഫിസിക്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സിമ്പിൾ കെമിക്കൽ സിമ്പിൾ കെമിക്കൽ ബാറ്ററീസ് അല്ലാതെ സോളാർ പവറും അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂവൽസും ആയിരിക്കും ഈ ക്വാണ്ടം ബാറ്ററീസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്.